പലപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ് ഈ ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ എങ്ങനെയാന്നുള്ളത്. സാറിന് ചെറുതായിട്ടൊന്ന് ഞങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും? ആയുർവേദത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ചികിത്സാ രീതികളാണുള്ളത്. ആയുർവേദത്തിൽ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഡിവിഷനാണ്. ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുർവേദത്തിന്റെ രോഗ കാരണങ്ങളെ അത് തന്നെ കണ്ടെത്തുകയും അത് ഒഴിവാക്കുകയും ചെയ്യാന്നുള്ളത്. ചിലതൊക്കെ പേഷ്യൻസിന്റെ ഹാബിറ്റ്സ് ആയിരിക്കാം, അവരുടെ ഫുഡ് ഹാബിറ്റ്സിലെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണ് ഈ രോഗിക്ക് ഈ രോഗം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വ്യക്തികൾ അത് മാറ്റണ്ടാവും. ഇപ്പൊ കണ്ണിന്റെ കാര്യം പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം സ്ക്രീൻ ടൈം ആയിരിക്കും, മറ്റു വ്യക്തികൾക്ക് വേറെ ഫുഡിന്റെ പ്രശ്നമായിരിക്കും. അത് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്തിന് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി വന്നിരിക്കുന്ന രോഗത്തെ ചികിത്സിക്കുക. ഓൾറെഡി വന്നിരിക്കുന്ന രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു പെസിഫിക്കേഷൻ തെറാപ്പി എന്ന് പറയുന്നത്, ശമനം എന്ന് പറയുന്നത്, അതായത് നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് സപ്രസ് ചെയ്യുക, അത് ഇന്റേണൽ മെഡിസിൻസ് ഒക്കെ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ്. രണ്ടാമത്തൊന്നും പ്യൂരിഫിക്കേഷൻ തെറാപ്പിയാണ്. അത് പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ നമുക്ക് വളരെയധികം പ്രചാരത്തിലുള്ള കാര്യം. പഞ്ചകർമ്മം എന്ന് പറയും. പഞ്ചകർമ്മം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ആണ്. അതായത് നമ്മളെ രോഗത്തെ കാരണങ്ങളെ, ദേഹത്തിലുള്ള രോഗത്തിന്റെ കാരണങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള കുറെ മാർഗങ്ങളുണ്ട്. അത് 5 തരത്തിലുള്ള മാർഗങ്ങൾ കൊണ്ട് അത് വയറിളക്ക, വിരേചനം, വമനം, ഛർദ്ദിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ആയുർവേദത്തിന്റെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഈ പഞ്ചകർമ്മ ചികിത്സയും പ്യൂരിഫിക്കേഷൻ തെറാപ്പിയും ഈ ശമന ചികിത്സ, ഇന്റേണൽ മെഡിസിൻസും ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കണ്ണിന് പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഒരു 5 തരത്തിലുള്ള ചികിത്സാ വിദ്യ കണ്ണിന് മാത്രമായിട്ട് തന്നെ ആയിരുന്നു. അതൊന്ന് കണ്ണിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കണ്ണിൽ മരുന്ന് ഇട്ടിക്കുക, കണ്ണിൽ മരുന്ന് ഇട്ടിക്കുക. രണ്ടാമത് കണ്ണിന് ഔഷധങ്ങൾ, അത് ലിക്വിഡ് ഫോമിൽ ഔഷധങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലിപ്പോൾ കഷായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് കണ്ണിലേക്ക് നമ്മൾ ധാരയായിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ഒഴുക്കുന്ന ഒരു രീതി. അത് ഒന്ന് ദിവസം 2 തവണയൊക്കെ കണ്ണിൽ ഒഴുകും. പിന്നെ കണ്ണിലെ മരുന്ന് എഴുതുന്ന ഒരു ചികിത്സാ രീതികളാണ്. നമ്മൾ കണ്ണ് മരുന്ന് ഉണ്ടാക്കിയിട്ട് കണ്ണിന്റെ അകത്തുള്ള ക്യാൻവസിൽ, നമ്മൾ ഇവിടുന്ന് കണ്ണിന്റെ അകത്തുള്ള പോളയുടെ അകത്ത് ഭാഗത്ത് കണ്ണിൽ മരുന്ന് എഴുതുന്ന ഒരു ചികിത്സ, അഞ്ജനകർമ്മം എന്ന് പറയും. അഞ്ജനം, കൺമഷിയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് ആയുർവേദത്തിലെ ഔഷധങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് കണ്ണിൽ ഇടുന്ന ഒരു രീതിയാണ്. അത് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് നമ്മൾ കണ്ണിന് തർപ്പണം എന്ന് പറയും. തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും ഒരു ബൗണ്ടറി കെട്ടിയിട്ട്, ബൗണ്ടറിക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് നിർത്തുകയാണ്. നെയ്യ് പ്രത്യേകമായിട്ട് ഔഷധങ്ങൾ സംസ്കരിച്ചെടുത്ത നെയ്യ്, ഘൃതങ്ങൾ എന്ന് പറയും. അത് കണ്ണിനകത്തേക്ക് ഒഴിച്ചിട്ട് കണ്ണ് പതുക്കെ അടച്ച് തുറക്കുന്ന ഒരു രീതിയാണ്. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് രോഗത്തിന്റെ തീവ്രതക്കനുസരിച്ച് നമ്മൾ ആ ടൈം നമ്മൾ വ്യത്യാസപ്പെടുത്തും. അത് പരമാവധി 5 ദിവസം ഒക്കെ അത് ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. പിന്നെ ഈ തർപ്പണ ചികിത്സ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ തർപ്പണ ചികിത്സ കഴിഞ്ഞിട്ട് അവസാനിക്കുമ്പോൾ ഈ കണ്ണിനകത്ത് ഒഴിക്കുന്ന നെയ്ക്ക് പകരം കൃത്യമായിട്ട് ഔഷധങ്ങളും ഇവൻ ഈ പറയുന്ന ചില മാംസങ്ങളൊക്കെ എടുത്തിട്ട്, അതായത് നമ്മുടെ ആടിന്റെ ലിവറിന്റെ ഭാഗം, അതൊക്കെ കണ്ണിന് വളരെ പ്രാധാന്യമുള്ള കാര്യം. അതും ഔഷധങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് അതിന്റെ ക്യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു സത്തെടുത്തിട്ട് അത് കണ്ണിലകത്തേക്ക് ഒഴിച്ച്, പുടഭാഗം എന്ന് പറയും, എന്നിട്ടുള്ള ചികിത്സാ രീതിയും തർപ്പണം കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് പിന്നെ കണ്ണിന് പുറത്ത് മരുന്ന് പുരട്ടുന്ന രീതിയും. കണ്ണിന് ചില മരുന്നുകൾ നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് കണ്ണിന് പോളയുടെ പുറത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കും, ആ രീതിയുണ്ട്. ചില മരുന്നുകൾ നമ്മളിങ്ങനെ ബൗൾ പോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള വേറൊരു ചികിത്സാ രീതി. അപ്പൊ ഇങ്ങനെ ഒരു 6-7 കൂട്ടം ചികിത്സകൾ കണ്ണിൻ്റെതായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തലയ്ക്ക് വേണ്ടിയിട്ടുള്ള, തലയുടെ മുകളിൽ ചെയ്യുന്ന ചില ചികിത്സാ രീതികളുണ്ട്. ശിരോധാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർഹെഡിൽ തൈലം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഔഷധ കൂട്ടുകൾ ഇങ്ങനെ ഒഴിക്കുന്ന രീതികളുണ്ട്. അത് തലയുടെ മുകളിൽ എണ്ണ നിർത്തുന്ന ചികിത്സാ രീതികളുണ്ട്. തലയിൽ എണ്ണ തേക്കുന്ന രീതികളുണ്ട്. അങ്ങനെ ശരീരത്തിനും കണ്ണിനും വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പല ചികിത്സകളും ആയുർവേദത്തിൽ ഉണ്ട്. അത് രോഗിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ട് മരുന്നുകളും മാറി വരും. ഡോക്ടർ, അപ്പൊ ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? 25 വർഷത്തിന് മുകളിലായി. 2000-ലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ബാംഗ്ലൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ്, കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നിന്നായിരുന്നു ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സ്പെഷ്യാലിറ്റി തന്നെ 26-ാമത്തെ വർഷമാണ്. 26 വർഷമായിട്ട്. ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്ത് ടൈപ്പ് പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള രോഗങ്ങളും രോഗാവസ്ഥകളും വരാറുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വരാറുണ്ട്. സർജറി നമുക്ക് അറിയാം, നമ്മൾ ഈ സർജറി തന്നെയാണ് വേണ്ടതെന്ന് നമ്മൾ അപ്പോഴൊന്ന് റെഫർ ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഷോർട്ട് സൈറ്റ്, കുട്ടികൾ വരുന്ന കാഴ്ചക്കുറവ് വളരെയധികം വരാറുണ്ട്. പ്രത്യേകിച്ചും ഈ തരത്തിലുള്ള കണ്ണട ഉപയോഗിക്കുക, കണ്ണട ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ, അതിനുള്ള ചികിത്സ എന്തൊക്കെയാണെന്ന് വരുന്നുള്ള രോഗികൾ വരാറുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി ആയിട്ടുള്ള പേഷ്യൻസ് വരാറുണ്ട്. ഗ്ലൂക്കോമ വന്നിട്ടുള്ള അനവധി പേഷ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ റെറ്റിനൽ ഡീജനറേഷൻ, മാക്കുലർ ഡീജനറേഷൻ, അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അലർജിക് കണ്ടീഷൻസ് വരാറുണ്ട്. കൺപോളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഡ്രൈ ആയി വരാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ വരുന്ന രോഗികൾ. ഇതെല്ലാം മറ്റു കേസസ് വരാറുണ്ട്. കൂടുതൽ ഈ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെയാണ് വരാറ്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇത് വരുന്നത് അവസാന ഘട്ടങ്ങളിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരു മെയിൻ സ്ട്രീം സ്ട്രേറ്റ് അവേ പേഷ്യൻസ് വരുന്ന രീതി
ഇല്ല. അത് എത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഏത് അസുഖം വന്നു കഴിഞ്ഞാലും സ്ട്രേറ്റ് അവേ മോഡേൺ സിസ്റ്റത്തിന് ആണല്ലോ പോകുന്നത്. അപ്പൊ മോഡേൺ സിസ്റ്റത്തിൽ പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മോഡേൺ സിസ്റ്റത്തിലാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു പബ്ലിക് അവയർനെസ് ആണ്. അപ്പൊ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതില്ല എന്നുള്ളതല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആയുർവേദ ശാസ്ത്രത്തിലും ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്നുള്ളത് ഒരു പബ്ലിക് അവയർനെസിന്റെ ഒരു അഭാവമാണ്. ആ അവയർനെസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ അവയർനെസ് കൂടുന്നതനുസരിച്ചിട്ട് ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് തന്നെ ആയുർവേദത്തിലേക്ക് പേഷ്യൻസിന് എത്തുക എന്നുള്ളതാണ്. കുറച്ചു നാളും കൂടെ മുമ്പ് വന്നിരുന്നെങ്കിൽ അതെ, അങ്ങനെ തോന്നി അനവധി കേസുകളുണ്ട്. നമുക്കന്നെ വളരെയധികം വ്യക്തിപരമായിട്ട് വളരെ ദുഃഖം തോന്നുന്ന അവസ്ഥകളുണ്ട്. ചില രോഗികൾ നമ്മൾ ആരംഭഘട്ടത്തിൽ പറഞ്ഞിട്ട് അവർ പിന്നെ അത് കൺവിൻസ് ആകാതെ പിന്നെ അവർ പൂർണ്ണമായും കാഴ്ച പോകുമ്പോഴൊക്കെ ആണ് പിന്നെ വരുന്നത്. ചില ആൾക്കാർ വരുന്നത് എല്ലാ ചികിത്സകളും കഴിഞ്ഞ് കാഴ്ച പൂർണ്ണമായും പോയി. ചില രോഗികൾ എനിക്ക് അനുഭവം പറയുകയാണെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു കാഴ്ച പൂർണ്ണമായും പോയ രോഗികൾ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവർ കാഴ്ച വളരെയധികം മെച്ചപ്പെട്ട അവസ്ഥയിൽ വരുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഡയബറ്റിക് റെറ്റിനോപ്പതി റീസെന്റ് 1-2 പേഷ്യൻസ് ഇപ്പം ഓർമ്മ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി ടോട്ടലി ഈ വിട്രൽ ഹെമറേജ് വന്നിട്ട് കാഴ്ച പൂർണ്ണമായും പോവുകയും അത് ഒരു കണ്ണിന്റെ അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നു, ഒരു മറ്റൊരു കണ്ണിന് കാഴ്ച ഇല്ല. അപ്പൊ അവസ്ഥയിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പതുക്കെ ആ കാഴ്ച തിരിച്ച് റിവേഴ്സ് ചെയ്ത് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അപ്പോഴൊക്കെയാണ് അവർക്ക് ആയുർവേദത്തിൽ ഇങ്ങനെ ചികിത്സ ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. അതാണ് എന്റെ ഒരു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്ത ഈ നമ്മുടെ സർജറി അങ്ങനത്തെ ഒരു എക്സ്റ്റെൻഡ് ട്രീറ്റ്മെന്റ് ചിന്തിക്കുന്നതിന് മുമ്പൊന്ന് ആയുർവേദം അതെ ആയുർവേദം ചിലതിൽ ഇപ്പം നമ്മൾ കാറ്ററാക്ട് പറഞ്ഞു, കാറ്ററാക്ട് മെച്ചൂർ കാറ്ററാക്ടിന്റെ സർജറി തന്നെയാണ്. അല്ലാതെ കുറെ ചികിത്സകളുണ്ട്. ഇപ്പൊ വിട്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലെ എക്സ്ട്രീം കേസ് പറഞ്ഞാൽ ടോട്ടൽ വിട്രൽ ഹെമറേജ് വന്നിട്ട് ടോട്ടലി പേഷ്യന്റ് ബ്ലൈൻഡ് ആവും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പേഷ്യന്റ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, ആ കാഴ്ച നമുക്ക് ഒരിക്കലും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആയുർവേദത്തിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ആളുകൾ അറിയണം, ഇത് വെച്ച് അറിയണം, ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും അതില്ല എന്നറിയണം.